നീ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. മീരനെ ഏറെണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എന്തിനിപ്പോ ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? അൻവറിന്റെ കാര്യം അറിഞ്ഞിട്ടാ? എന്നാലും നടത്തണ്ടല്ലേ, അവിടെ നടത്താന്ന് വിചാരിച്ചു. ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം, കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല. അൻവർ തന്നെ പ്രശ്നം കേട്ടോ. ഞാൻ അവരുടെ സൈഡ്. ആരുടെ സൈഡ്? അവരുടെ സൈഡ്. പിന്നല്ലാതെ ഇഷ്ടമുള്ളവർ തമ്മിലുള്ള കല്യാണമല്ലേ നടത്തി കൊടുക്കണ്ടേ? അവർക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം നമ്മൾ എന്തെങ്കിലും നടത്തി കൊടുക്കുന്നേ? നിങ്ങൾ നോക്കുമനുണ്ടോ? ആര് നോക്കുവോ? നീ പോയിക്കോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ക്യാഷ് എടുക്കണം, നമ്മുടെ കൂടെ ബാങ്കിൽ പോകാനുള്ള. അവിടെ താഴെ ഓട്ടോ കിട്ടും, പോയിക്കോ, ചെല്ല്. മനുചേട്ടാ, ഇവിടെ ട്യൂഷൻ വരുമ്പോൾ കാണാൻ പറ്റത്തോണ്ടാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നല്ലോ നീ അന്ന് മീരയ്ക്ക് വാക്ക് കൊടുത്ത്. അത് ചേട്ടാ അങ്ങനെയല്ല. പിന്നെ നീ അന്ന് കഥ കടച്ച് മീരയുടെ അടുത്ത് എന്താ പറഞ്ഞേ? അത് ചേട്ടാ, നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് മീരേച്ചി പറഞ്ഞു. ഇപ്പം പഠിക്കേണ്ട പ്രായ, അത് കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിൻ്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരാന്നാ മീരേച്ചി പറഞ്ഞു. ചേട്ടാ ഞങ്ങള് ഞാൻ അവളോട് സംസാരിക്കട്ടെ. വിഷ്ണുവേട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ലാന്ന് വിഷ്ണുവേട്ടാ അറിയില്ല. എന്നെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വിഷ്ണുവേട്ട എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് ഇഷ്ടേട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മ മരിച്ചവളെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ വിഷ്ണുവേട്ട? എനിക്കറിയാലോ, എനിക്ക് എത്ര ഇഷ്ടം അറിയില്ല. നിന്നുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പൊന്നു ഇഷ്ടമല്ലേ. എനിക്ക് തോന്നി പറയാനല്ലേ പറ്റും. ചിലപ്പോ ചേച്ചി ഞാൻ അവളോട് സംസാരിക്കട്ടെ. നമ്മുടെ ഒരു ചെറുകിട ഇഷ്ടത്തില്ല. അൻവർ ഷെരീഫ് എന്താണ് അത്ര വലിയ രഹസ്യം? ഒരു പ്രണയം ഉണ്ടെന്നാണ് എനിക്ക് വിശ്വസിച്ചത്. ചിലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും എനിക്ക് സംസാരിക്കണം. മഹേഷേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മഹേഷേട്ടനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാം? മഹേഷോ? എനിക്കിനി എൻ്റെ ലൈഫിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ ഏട്ടനെ പോലെ മഹേഷേട്ടൻ എൻ്റെ ജീവനാ. മറക്കണം, എല്ലാം മറക്കണം. നമ്മളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യണം, വാൾപേപ്പർ എല്ലാം. എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. കൈയെടുത്ത് തലയിൽ വെക്കുക. വെച്ചോ? തൊട്ടോ? സത്യം. മഞ്ചേട്ടാ, ഏട്ടാ, മഞ്ചേട്ടൻ എണീറ്റേ. ഏട്ടാ, സമയം എണീക്ക്. അതെ, കല്യാണത്തിന് ആൾക്കാർ വരുന്നതേ പെണ്ണിനെ കാണാൻ മാത്രല്ല, പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ. നമുക്ക് വയറൊക്കെ ഓർക്കണ്ടേ? എണീറ്റാ, ചായ കുടിച്ചേ, എന്നിട്ട് ഓടാൻ പോ. മഞ്ചേട്ടാ, എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആയി, ഞാൻ വിളിക്കില്ല കേട്ടോ.
നീ ഇന്ന് പോയില്ലേ? എന്തു പറ്റി? ഹേയ് പനി വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. എനിക്ക് മീരയുടെ റൂമൊന്ന് ചെക്ക് ചെയ്യണം. എന്താടാ? അതമ്മേ. ചേച്ചി ഇന്ന് മീൻ വേണ്ട. വേണ്ടല്ലോ. ശരി എന്നാ. ആ ജാതകോ? ക്രിസ്ത്യാനിക്ക് എന്ത് ജാതകമാടി? ഏട്ടോ, ഏട്ടന് ഇതിലൊന്നും വിശ്വാസമില്ലായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എൻ്റെ ജാതക പ്രകാരം. നമ്മുടെ കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഡിസ്നിയായിട്ട് മരിച്ചു പോകുന്ന നമ്മുടെ ജാതകത്തിലുള്ള. ഇല്ല, ഞാൻ മരിക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് സംസാരിക്കാം. ഏട്ടനില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എന്നെ ഡിസ്നി ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ അല്ലെങ്കിലും എവിടെയെങ്കിലും എൻ്റെ ഏട്ടൻ ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എനിക്കിപ്പോൾ ഒരൊറ്റ വാക്ക് തരാൻ പറ്റും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഡിസ്റ്റേറ്റിന് മാത്രമായിരിക്കും. ജോസിനറിയാമോ, പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ. പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളെന്താ ഇങ്ങനെ? ചതിക്കായിരുന്നില്ലേ അവൾ ഇത്ര നാളെ ഞങ്ങളെ? എന്ത് ധൈര്യത്തിലെ അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുത്തി നോവിച്ചിട്ടില്ല. അതെ, ഈ സാധനം എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ? നിനക്കൊരു അനിയൻ ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഇറങ്ങുമോ? ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ആ, ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ ആണെങ്കിലും അവൾക്ക് ഇറങ്ങിപ്പോവല്ലോ. ആ, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നല്ല കേട്ടോ. ഈ വഴി പോയ. നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ, വാ കയറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞ്. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങൾ വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്.